എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായോ? സ്വാഭാവികമായിട്ട് എങ്ങോട്ടേക്കായിരിക്കും. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് മലേഷ്യക്കാണ്. അപ്പോൾ എന്തിനാണ് മലേഷ്യക്ക് പോകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്. ഷോപ്പിങ്ങിന് മാത്രമാണ് പോയത്, അല്ലാതെ മലേഷ്യ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും അടുത്താണ് മലേഷ്യ. ബോർഡർ കടന്നാൽ എത്തും. പക്ഷേ ബോർഡറിലേക്ക് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മലേഷ്യ എത്തും, ആ ജംഗ്ഷൻ നമ്മളെത്തും. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കും. അപ്പം അപ്പം ഞാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ആൻഡ് നമ്മൾക്ക് എന്താ പറയുക, ഷോപ്പിങ്ങിന് ഇന്ന് പോകുന്നതെന്ന് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ സിംഗപ്പൂർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ ഭയങ്കര കുറവാണ് റേറ്റ്. അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കുറച്ച് റേറ്റ് കുറവായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ ഇങ്ങനെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. മലേഷ്യ നമ്മൾ ട്രിപ്പ് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പം അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്കിപ്പോൾ ബോർഡർ കടന്നാൽ തന്നെ അവിടെ അടുത്ത് ഷോപ്പിംഗ് മോളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പം സീ യു. നമ്മളങ്ങനെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാനാണ് നമ്മൾ നിൽക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ബസ് എടുത്തിട്ട് നമ്മൾ JBക്ക് പോകും. JBന്ന് നമ്മൾ മലേഷ്യക്ക്, JB എന്ന് പറയുന്നത് ചെക്ക് പോയിൻ്റാണ്. അവിടെ നിന്ന് നമ്മൾ മലേഷ്യയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായത്. അപ്പം നമ്മൾ ഒന്നും അറിയാതെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചു ഇമിഗ്രേഷൻ, പൊതുവേ നമ്മൾ പോകുന്ന ടൈം ഇമിഗ്രേഷനൊക്കെ സ്മൂത്തായിട്ട് നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിൻറ്റിലേക്ക് എത്തി. നേരെ പോയി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ക്യൂ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഞങ്ങളൊരിക്കൽ വിചാരിച്ചു നമുക്കെന്നാൽ പോവണ്ട, തിരിച്ച് പോയാലോ എന്ന് വരെ ആലോചിച്ചു. അത്രമാത്രം ക്യൂ ഉണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയത് ഏകദേശം 12:30 1 മണി അങ്ങോട്ട്, ഏകദേശം 1-1.5 മണിക്കൂർ അങ്ങാൻ പറ്റും നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തേക്കും വിശന്നിട്ടുണ്ടല്ലോ. കാരണം നമ്മൾ 11 മണിക്ക് അങ്ങാൻ പറ്റാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ആ 11 മണിക്ക് ഫുഡും കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ക്യൂ കണ്ടപ്പോൾ തന്നെ നോക്ക്, ഈ ക്യൂ കണ്ടാൽ ഒരു മനുഷ്യൻ പോലും അവിടെ നിൽക്കില്ല. ഇത് ഇമിഗ്രേഷൻ്റെ തിരക്കാണ്. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും 2 മണി അങ്ങാൻ പറ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിനി ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് സായിത്തോണിലേക്കാണ്. അവിടെ നല്ല മന്തി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ഇവിടെ ഓൾറെഡി ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ JB വരെ വരാറുണ്ട്. അപ്പോൾ ഓൾറെഡി പോയിട്ടുള്ളവർ പറഞ്ഞു അടുത്ത ഫുഡൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് എന്തായാലും പോകണമല്ലോ. അപ്പം നമ്മളിപ്പം മുകളിൽ കയറിയിട്ട് ഷോപ്പിങ്ങൊക്കെ തുടങ്ങിയാൽ നമ്മൾ എന്തായാലും ഫുഡ് പിന്നെ ഇപ്പോഴേ കഴിക്കൂല. അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഇനി ഷോപ്പിങ്ങിലേക്ക് പോയാൽ അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് ടാസ്ക്കാണ്. കാരണം നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ടാക്സിയൊക്കെ ആക്കിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് വരുന്നത് നടക്കാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്. മഷ്റൂം സൂപ്പ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടറായിട്ട് മഷ്റൂം സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് സിർലാക്കെല്ലാം പോലെയാണ്. കറക്റ്റ് സിർലാക്കെല്ലാം പോലെ തോന്നുന്നു അല്ലേ?
അത് കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റർ വന്നു. നമ്മളിതൊന്ന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ലാമ്പ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ ഷോപ്പിംഗ് മോളിലേക്ക് പോകാമെന്നാണ്. നമ്മൾ ഇന്ന് പോകുന്നത് സോഗോ മോളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടത് എന്താണെന്നറിയോ, അവിടെ ആരുടെയോ ബർത്ത്ഡേ പാർട്ടി എങ്ങാമത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബർത്ത്ഡേ വിഷാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ ഡ്രംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. പിന്നെ ഇത് കുറച്ച് കാണാൻ നല്ല അറബിക് റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോയത് സോഗോ മോളിലേക്കാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ചെറിയ മോളിൽ നിന്നാണ് കേട്ടോ, പക്ഷേ വലിയ മോളായിരുന്നു. എൻ്റെ പൊന്നെ, നമ്മൾ ഈ മോളിലേക്ക് എത്തുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യമാണ് നിറച്ചും കാർ, പാർക്കിങ്ങിൽ നിറച്ചും കാറ്. അപ്പം നമ്മൾ മീൻസ് ഇവർക്ക് പിന്നെ കാറോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് ഇവർ അവിടെ തന്നെ നിന്ന് നോക്കിയത്, ആരായാലും നോക്കിപ്പോവും. അങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കൂട്ടിയിട്ട മാതിരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ മുകളിൽ കയറി. ക്രിസ്മസിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നിറച്ചും ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ക്രിസ്മസിന് മുന്നേ ആണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, മലേഷ്യക്ക്. അപ്പോൾ ഇതിന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്തായാലും മിക്കവാറും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ന്യൂ ഇയർ ആ ടൈമായിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മളങ്ങനെ മിസ്റ്റർ DIYയിൽ കയറാൻ പോവാന്ന്. കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ. സൂപ്പറില്ലേ കേസ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാമല്ലോ. ഇത് ഓൾറെഡി പ്ലാൻ ആക്കിയിട്ട് വന്നതല്ല. ഞാൻ ഈ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ. പക്ഷേ അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ക്ലോ ക്ലിപ്പൊക്കെ വാങ്ങി. പിന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ആക്കിയത് തന്നെ. പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ വന്നതാണ്. പിന്നെ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ JB വരെ എത്തിയിട്ടുള്ളൂ. കണ്ടോ, ഇതിങ്ങനത്തെ ക്യൂട്ട് കുറേ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് തീമിലേക്കാണ് മൊത്തം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം എടുത്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നെ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ ചോദിക്കൂലേ, കസ്റ്റംസൊക്കെ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം സാധനം ഇത്ര വെയിറ്റ് ഇങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ തന്നെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ ക്ഷീണമായി. 6 മണി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പുറത്തിറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. അത് കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം അവിടെ അങ്ങിരുന്നു, കാരണം ഭയങ്കര ക്ഷീണമായിപ്പോയി നടന്ന്. ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. Hello, baby. Hello.
അതിന്റെ വാല് കാണിച്ച്. മാഡം വാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാനും നീതുവും കൂടിയിട്ട് നേരെ പോയത് ബാത്ത് ആൻഡ് ബോഡിയിലേക്കാണ്. കുറച്ച് ഓഫർ ഉണ്ടെന്ന് നമ്മൾ ഓൺലൈനിലായിട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കമ്പയറിങ് ടു സിംഗപ്പൂർ, മലേഷ്യയിൽ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ കയറിയിട്ട് നോക്കിയത്. പക്ഷേ നമ്മൾ റേറ്റ് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സിംഗപ്പൂർ SGDനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് ഇവിടെ വില തോന്നി. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങളെല്ലാ ബാസ്ക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായി. ഞങ്ങൾ ക്രിസ്മസിന് ഓഫർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ ഭയങ്കര കത്തിയായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടോ, കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ, അധിക സാധനമൊന്നും വാങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടെങ്കിലും എന്നിട്ട് നമ്മളൊരു ലഗേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ട്രോളി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇതായത്. അപ്പോൾ ഇവിടുന്ന് ഈ മോളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ 3 മണി 4 മണി അങ്ങാമറ്റം എത്തിയതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് ഇനി ഒരു പരിപാടിയില്ല. ഇനി നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ് സിംഗപ്പൂരേക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാക്സിയിൽ നമ്മൾ JBക്ക് വന്നു. അങ്ങനെ ഇപ്പം നമ്മൾ സിംഗപ്പൂരെത്തി. ടാക്സിക്ക് വെയിറ്റ് ചെയ്യാം. ബൈ ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെയും എവിടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.